ഇന്നലെ വൈകുന്നേരമാണ് വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിക്കുന്നത്. അതിലൊരു അപകടമുണ്ടായെന്ന വാർത്ത നമ്മൾ കേട്ടത്. അത് ഇപ്പോൾ ആ ബ്രിഡ്ജ് പ്രവർത്തിക്കുന്നത് മാനദണ്ഡങ്ങൾ മറികടന്നെന്ന ആക്ഷേപം ഉയരുകയാണ്. അനുവദിച്ചതിലും കൂടുതൽ ആളുകളെ പ്രവേശിപ്പിച്ചു. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിക്കാൻ അനുയോജ്യമായ ബീച്ചല്ല വർക്കലയിലേതെന്നും വിമർശനം ഉയരുന്നുണ്ട്. അവിടെ നിന്ന് അമൽ തേനമറമ്പിൽ നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, വലിയൊരു ദുരന്തമാണ് ഇന്നലെ ഒഴിവായത്. അത് പറയാതിരിക്കാനും വയ്യ. കാരണം ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് വർക്കലയിലേക്ക് എത്തിയ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും എത്തിയ ആളുകൾ ഉണ്ടായിരുന്നു. അവധി ദിവസമാണ്, സ്വാഭാവികമായുള്ള തിരക്കുണ്ട്. ഇതിനെല്ലാം അപ്പുറം ഇവിടെ ആയിരുന്നില്ല ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആദ്യം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, മറ്റൊരു സ്ഥലത്തായിരുന്നു. അതിന് അനുമതി എല്ലാം വാങ്ങിയിരുന്നു. പക്ഷേ ഈ വർക്കലയിൽ നിർമ്മിക്കാൻ അനുമതി വാങ്ങിയിരുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കിയിട്ടായിരുന്നു ഇതിന്റെ പ്രവർത്തനം. ആര്യ, ഇന്നലെ കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തത്തിലേക്ക് പോകേണ്ട സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഭാഗ്യം കൊണ്ട് ഒന്നും പറ്റിയില്ല എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഈ ബ്രിഡ്ജിന് ഒരു ഭാഗം തകർന്ന് കിടക്കുന്നത് കാണാം. നമ്മൾ ഈ നിൽക്കുന്ന ബ്രിഡ്ജ് ഇപ്പോൾ ഇവിടെ കെട്ടി അടച്ചിട്ടുണ്ട്. ഇവിടെ 150 രൂപ നിരക്കിൽ വാങ്ങിയാണ് 120 രൂപ നിരക്കിൽ വാങ്ങിയാണ് ആളുകളെ പ്രവേശിപ്പിക്കുന്നത്. സാധാരണ നിലയിൽ ഈ ബ്രിഡ്ജിൽ കുറച്ച് ആളുകൾ കയറുമ്പോൾ അവിടെ ആളുകളെ തടയും. അതിനുശേഷം പിന്നീട് അവർ തിരിച്ചിറങ്ങിയതിനു ശേഷം മറ്റാളുകളെ കടത്തിവിടുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ ഇന്നലെ അനുവദിച്ചതിലും കൂടുതൽ ആളുകൾ, ഇന്നലെ ബലിതർപ്പണവുമൊക്കെയായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പാപനാശം ബീച്ച്. ഇവിടേക്ക് നിരവധി ആളുകൾ എത്തിയിരുന്നു. വന്ന ആളുകൾ മാത്രമല്ല, അവധി ദിവസമായതിനാൽ ആര് പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള സഞ്ചാരികളുടെ തിരക്കുമുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഇവിടെ തിരക്ക് നിയന്ത്രിക്കാനായില്ല. ഇവിടുത്തെ ഈ ടിക്കറ്റ് നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. സ്വാഭാവികമായും അവർ ഇതിന്റെ മാനദണ്ഡങ്ങളൊന്നും പൂർണ്ണമായും പാലിച്ചിരുന്നില്ല എന്നത് മാത്രമല്ല, വലിയ തോതിലുള്ള വീഴ്ച ഉണ്ടായത് ഇന്നലെ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ആ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ തീരത്ത് ഇന്നലെ രാത്രി 11 വരെയുള്ള സമയത്ത് 0.3 മുതൽ 1.2 വരെ മീറ്റർ ഉയരത്തിൽ തിരമാല ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ തീരത്തേക്കുള്ള യാത്ര വരെ ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അത് ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യത്തിലേക്ക്, ഈ ബ്രിഡ്ജ് ഇവിടെ ആയിരുന്നു സ്ഥാപിക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി വരുന്നത്. ഇന്നലെ ഈ അപകടം ഉണ്ടായ അപ്പോൾ തന്നെ ഇവിടുത്തെ ആളുകൾ പറഞ്ഞത്, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇവിടുത്തെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, പലപ്പോഴും ഉയർന്നു വരുന്ന തിരമാല ഈ പറയുന്ന ബ്രിഡ്ജിനെ ആകെ ഇളക്കി മറിക്കുകയാണ്. സാധാരണ നിലയിൽ നമ്മൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളൊക്കെ മറ്റു രാജ്യങ്ങളിലൊക്കെ യൂട്യൂബിലും മറ്റുമൊക്കെ വീഡിയോകളും മറ്റുമൊക്കെ കാണുമ്പോൾ അത്യാവശ്യം ശാന്തമായി കിടക്കുന്ന കടപ്പുറങ്ങളിൽ സ്ഥാപിക്കുന്ന ഒന്നാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ വന്ന തിര ബ്രിഡ്ജിൽ ഇടിച്ച് തകരുകയാണ്. ഇതിന്റെ ഈ കാണുന്ന തരത്തിലുള്ള കൈവരികളുണ്ട്. ഇത്തരം കൈവരികൾ കൈവരികൾ തകർന്ന് അവിടെ കിടക്കുന്നത് കാണാം. ആ കൈവരികൾ സാധാരണക്കാരായ അവിടേക്ക് വരുന്ന ജനങ്ങൾക്ക് ഒരു പക്ഷേ വലിയ രീതിയിൽ തിരയുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് അവർക്ക് ലഭിച്ചേക്കില്ല. പക്ഷെ അവിടെയുള്ള ഇതിന്റെ പ്രവർത്തിപ്പുകാരുണ്ടല്ലോ, സ്വാഭാവികമായും ആ ആളുകൾക്ക് ആ മുന്നറിയിപ്പ് ലഭിക്കേണ്ടതല്ലേ. എന്നിട്ട് പോലും ആളുകളെ മാറ്റാൻ അവർ തയ്യാറായില്ലേ. ഇന്നലെ ഈ അപകടം നടക്കുമ്പോൾ 100 പേർക്കാണെന്ന് മാക്സിമം കപ്പാസിറ്റി. ആ 100 പേരോളം അവിടെ ഉണ്ടായിരുന്നു. ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. എത്ര പേർ കൃത്യം ഈ ബ്രിഡ്ജിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നതിന്റെ കണക്ക് പോലും ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് നൽകാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഇവിടെയുള്ള പ്രദേശവാസികൾ അടക്കം പറഞ്ഞതാണ്, അവർക്ക് ഈ കടലുമായി ബന്ധപ്പെട്ട് നല്ല അറിവുള്ള ആളുകളാണ്. ഈ ശക്തമായ തിരയുണ്ടാകുന്ന സമയത്ത് ഈ ബ്രിഡ്ജിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കരുത് എന്ന് പലതവണ അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് നമ്മളോട് സംസാരിച്ച ആളുകളൊക്കെ പ്രതികരണമായി നൽകുന്നുണ്ടായിരുന്നു. അതിന് കാരണമായി ഞാൻ പറഞ്ഞത്, നമുക്ക് ദൃശ്യങ്ങളിൽ എത്രത്തോളം വ്യക്തമാകുമെന്നറിയില്ല, വലിയ തിര വരുമ്പോഴെല്ലാം ആ തിര ഈ ബ്രിഡ്ജിലേക്ക് ഇടിച്ചു കയറുന്നത് നമുക്ക് കാണാൻ കഴിയും. സാധാരണ നിലയിൽ ശാന്തമായി കിടക്കുന്ന കടൽ, അല്ലെങ്കിൽ ശാന്തമായ തിരയുള്ള സമയത്താണ് എങ്കിൽ ഈ ബ്രിഡ്ജിൽ കയറി നിൽക്കുന്നതും ഇതിൽ പോകുന്നതുമൊക്കെ നല്ല സുഖമുള്ള കാര്യമാണ്. കടലിന്റെ കുറച്ചധികം നമുക്ക് അങ്ങനെ ഇറങ്ങിച്ചെല്ലാൻ കഴിയും. കടലിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഫീലൊക്കെ ഉള്ളിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് കിട്ടും. ഞാൻ ഈ ഡിസംബർ മാസമാണ് ഇത് തുറന്നു കൊടുത്തത്. ആ സമയത്ത് ഞാനിവിടെ വന്നിരുന്ന് ഈ ബ്രിഡ്ജിൽ കയറുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ പക്ഷെ കടൽ ഇങ്ങനെ ആയിരുന്നില്ല. കടൽ അത്യാവശ്യം ശാന്തമായിരുന്നു. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല. കടൽ അതിശക്തമായി തിര വരുമ്പോഴെല്ലാം സാധാരണ നിലയിൽ അതിൽ നിൽക്കുന്ന ആളുകൾ കടലിലേക്ക് വീഴാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നു. നമുക്ക് ആ കടലിന്റെ ആ ഭാഗത്തേക്ക് ദൃശ്യങ്ങൾ കാണിച്ചാൽ കാണാൻ കഴിയും. കടലിലാണ് കിടക്കുന്നത് ഇത്തരം കൈവരികൾ. അതെല്ലാം ഇന്നലെ പൊളിഞ്ഞ് കടലിൽ വീണതാണ്. ഇന്നലെ കടലിൽ വീണ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ലൈഫ് ഗാർഡുകളും മാത്രമല്ല ഇവിടെ ഈ സീ സ്പോർട്സുമായി ബന്ധപ്പെട്ട് പരിശീലനം നടത്തുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം അതിവേഗത്തിൽ കടലിലേക്ക് ചാടി ആളുകളെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത്. അതിൽ 2 പേർക്ക് ഗുരുതരമായ ഒരു അവസ്ഥയായിരുന്നു ഇവിടുന്ന് കൊണ്ടുപോകുമ്പോഴുണ്ടായത്. പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ഭാഗ്യം.
സാധിക്കും. മാത്രമല്ല ആകെപ്പാടി ഇവർക്ക് നൽകുന്ന ഒരു സുരക്ഷ ലൈഫ് ജാക്കറ്റാണ്. ആ ലൈഫ് ജാക്കറ്റ് ഉള്ളത് കൊണ്ട് ആളുകൾ മുകളിൽ പൊങ്ങിക്കിടന്നു എന്നത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം. പുറത്തുനിന്ന് വന്ന ആളുകളാണ്. ഭൂരിഭാഗം ആളുകൾക്കും അതിൽ നീന്തലൊന്നും അറിയാവുന്ന ആളുകളായിരുന്നില്ല. മാത്രമല്ല നീന്തൽ അറിയാമെങ്കിലും കടലിൽ പോയി നീന്തി രക്ഷപ്പെടലൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശക്തമായ തിരയുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയാണ്. ഈ ബ്രിഡ്ജ് ഇവിടെയായിരുന്നു സ്ഥാപിക്കേണ്ടത് എന്നുള്ള ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്നത്. നേരത്തെ ഒരു ബ്രിഡ്ജ് ചാവക്കാട് കടപ്പുറത്ത് ഒരു ബ്രിഡ്ജ് തകർന്നു എന്ന വാർത്തയും മറ്റുമൊക്കെ വന്നിരുന്നു. ആ വാർത്ത വന്ന സമയത്ത് അതിനൊന്ന് ടൂറിസം വകുപ്പ് നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് അത് അഴിച്ചു മാറ്റിവെച്ചതിന്റെ ദൃശ്യം കാണിച്ചാണ് നടത്തുന്നത് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ശാന്തമായി കിടക്കുന്ന തീരങ്ങൾ ഒരുപാടുണ്ട്. അത്തരം സ്ഥലങ്ങളിലല്ലാതെ അതിശക്തമായ തിരമാല അടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരം ബ്രിഡ്ജുകളും മറ്റുമൊക്കെ സ്ഥാപിക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപകടത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇന്ന് ടൂറിസം സെക്രട്ടറി ആ റിപ്പോർട്ട് നൽകുമെന്ന് തോന്നുന്നു. നേരത്തെ നമ്മൾ സംസാരിച്ച വിഷയം അമൽ, ഇവിടെ ആയിരുന്നില്ല ആദ്യം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ സ്വാഭാവികമായും ആഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായൊക്കെ വർക്കലയിലേക്ക് മാറ്റുകയായിരുന്നു തോന്നുന്നു. അപ്പോൾ ആ പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിൽ വേണ്ട ഇത് അനുയോജ്യം ഈ സ്ഥലം അനുയോജ്യമാണോ എന്നൊക്കെ പരിശോധിച്ചിരുന്നോ? ഈ സാധാരണ നിലയിൽ ഇത്തരം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുമ്പോൾ കോസ്റ്റൽ പോലീസിന്റെ അടക്കം അനുമതി വാങ്ങേണ്ടതാണ്. പക്ഷേ അത് സംബന്ധിച്ച വിഷയത്തിലടക്കം ഇവിടെ നിയമങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നുള്ള വിമർശനം ഉയരുന്നുണ്ട്. ഈ വിഷയത്തിൽ എന്തായാലും അപകടം സംബന്ധിച്ച വിഷയത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ടൂറിസം ഡയറക്ടറോട് ടൂറിസം മന്ത്രി ഇന്നലെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്നാൽ സാധാരണ നിലയിൽ ഉള്ള ഒരാൾക്ക് ഈ ഡിസംബർ മാസത്തിൽ ഇത് സ്ഥാപിച്ചപ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, സ്ഥാപിച്ചപ്പോൾ ശാന്തമായ കടലിൽ ആണ് ഇത് കൊണ്ട് സ്ഥാപിച്ചു പോയത്. പക്ഷേ അതിനുശേഷം കടലിന്റെ സ്വഭാവം ഒരുപാട് മാറി. ഈ വേലിയേറ്റ സമയമൊക്കെ ഉള്ള സമയത്ത് കടലിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടാകും. ശക്തമായ തിരയുണ്ടാകും. ആ തിരയുണ്ടാകുന്ന സമയത്ത് ഈ ബ്രിഡ്ജ് സാധാരണ നിലയിൽ കിടക്കുന്ന പോലെയല്ല, ആടി ഉലയുകയാണ്. അതിൽ ആ കയറി നിൽക്കുന്ന ഒരാൾക്ക് ആ തിരയടിക്കുന്ന സ്ഥലത്തെ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എന്ന് തോന്നുന്നു. അതിലൊക്കെ നിൽക്കുന്ന ഒരാൾ സ്വാഭാവികമായും വെള്ളത്തിലേക്ക് തെറിച്ചു വീണാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ ബ്രിഡ്ജ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ താൽക്കാലികമായി ഇവിടേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇത് ശരിയാക്കി ഈ കൈവരികളൊക്കെ വെച്ച് പിടിപ്പിച്ച ശേഷം വീണ്ടും ഇവിടേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. എന്തായാലും നിലവിലെ അവസ്ഥയിൽ ഇവിടെ ഇത് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. വലിയ തിരയടിച്ചാൽ ആരാണെങ്കിലും കടലിൽ പോകും. അത്ര വലിയ തിര ആഞ്ഞടിക്കുന്നുണ്ട്. ഇവിടെ നിന്നും അടിച്ച് തെറിപ്പിച്ച് കൊണ്ടുപോയ ഇന്നലെ അപകടത്തിൽ തകർന്നു പോയ ഇതിന്റെ കൈവരികളൊക്കെ കിടക്കുന്നത് ഏകദേശം ഒരു 10-100 മീറ്ററോളം മാറി അപ്പുറ സൈഡിലാണ്. അങ്ങനെയാണ് അവസ്ഥ ഉള്ളത്. ഇതെല്ലാം ഈ കൈവരികളെല്ലാം ഇനി വെച്ച് പിടിപ്പിക്കേണ്ടതുണ്ട്. ഈ മാത്രമല്ല ഇപ്പോൾ ഈ നിൽക്കുന്നതിന്റെ തൊട്ടപ്പുറയുള്ള സ്ഥലത്ത് പോലും കടൽ ഇതിലും ശാന്തമാണെന്ന് തോന്നുന്നു.